നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്കൂൾ യൂണിഫോം നെയ്ത്തു തൊഴിലാളികൾക്ക് 20 കോടി അനുവദിച്ചു. CRPF സുരക്ഷയിൽ കേന്ദ്ര നിർദ്ദേശം രാജ്ഭവന് മാത്രം. നിയമന ഉത്തരവ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചു. പോലീസ് പിന്തുടരുന്നതിനിടെ കാർ അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ 3 പോലീസുകാർക്കെതിരെ കേസ്. സവാദിന്റെ DNA പരിശോധന നടത്തും. ശാസ്ത്രീയമായി പഴുതുകൾ അടക്കിയാൽ NIA. വാർത്തകൾ വിശദമായി. സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിയിൽ തുണി നെയ്ത്ത് നൽകിയ കൈത്തറി നെയ്ത്ത് തൊഴിലാളികൾക്ക് 20 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. നേരത്തെ 53 കോടി നൽകിയിരുന്നു. സൗജന്യ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതി പ്രകാരം 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾക്കും 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എയ്ഡഡ് സ്കൂളിലെ കുട്ടികൾക്കുമായി 2 ജോഡി വീതം യൂണിഫോം തുണിയാണ് വിതരണം ചെയ്യുന്നത്. പരമ്പരാഗത വ്യവസായ കൈത്തറിയുടെ ഉന്നമനത്തിനും സ്കൂൾ കുട്ടികൾക്ക് ഗുണമേന്മയേറിയ യൂണിഫോം ലഭിക്കുന്നതിനുമായാണ് പദ്ധതി നടപ്പിലാക്കിയത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഹാൻഡ്കസും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഹാൻഡ് വീവുമാണ് യൂണിഫോം തുണി വിതരണം ചെയ്യുന്നത്. 6200 നെയ്ത്തുകാരും 1600 അനുബന്ധ തൊഴിലാളികളും ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തു വരുന്നുണ്ട്. രാജ്ഭവന്റെ CRPF സുരക്ഷയിൽ അന്തിമ തീരുമാനം കേന്ദ്ര സർക്കാർ ഉത്തരവ് ലഭിച്ചതിന് ശേഷം മാത്രം. CRPFനെ നിയമിച്ചുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാരിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. രാജ്ഭവന് മാത്രമാണ് കേന്ദ്ര നിർദ്ദേശം ലഭിച്ചത്. CRPF സേനാംഗങ്ങളുടെ എണ്ണം, ഡ്യൂട്ടി എന്നിവ സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ വ്യക്തമാക്കണം. ഇതിനുശേഷം കേരള പോലീസ് സുരക്ഷാ അവലോകന യോഗം ചേരും. ഇതെല്ലാം കേന്ദ്ര ഉത്തരവ് ലഭിച്ചതിന് ശേഷമാകും. ഗവർണറുടെ സുരക്ഷയുടെ പ്രാഥമിക ചുമതലയിൽ കേരള പോലീസിന് തുടരാനാണ് സാധ്യത. അതായത് കേരള പോലീസിനെ പൂർണ്ണമായും ഒഴിവാക്കാതെയാവും CRP സുരക്ഷയൊരുക്കുക. നിലമേലിലെ നാടകീയ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ഗവർണർക്ക് CRPF Z+ സുരക്ഷ ഏർപ്പെടുത്തിയത്. കാർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ SI ഉൾപ്പെടെ 3 പോലീസുകാർക്കെതിരെ നടപടി. പോലീസിനെ വെട്ടിച്ചു പോകുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ കണ്ണൂർ സ്വദേശി ഫർഹാസ് മരിച്ച സംഭവത്തിലാണ് പോലീസുകാർക്കെതിരെ കോടതി കേസെടുത്തത്. കുമ്പള പോലീസ് സ്റ്റേഷനിലെ SI SR രഞ്ജിത്ത്, CPOമാരായ ദീപു, P രഞ്ജിത്ത് എന്നിവർക്കെതിരെയാണ് കോടതി കേസെടുത്തത്. അപകടത്തെ തുടർന്ന് ഫർഹാസിന്റെ മാതാവ് കാസർഗോഡ് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇതോടെയാണ് പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയത്. ഇതേ സംഭവത്തിൽ നേരത്തെ 3 പോലീസുകാരെ സ്ഥലം മാറ്റിയിരുന്നു. ഇപ്പോൾ നരഹത്യക്കാണ് കോടതി കേസെടുത്തിരിക്കുന്നത്. അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ പിടിയിലായ 1ാം പ്രതി സവാദിന്റെ DNA പരിശോധന നടത്തും. ഇതിനായി NIA കോടതിയിൽ അപേക്ഷ നൽകും. 13 വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് സവാദിനെ പിടികൂടിയിരിക്കുന്നത്. ഷാജഹാൻ എന്ന പേരിൽ കാസർഗോഡും കണ്ണൂരുമായി ദീർഘകാലം ഒളിവിൽ കഴിഞ്ഞ സവാദിന്റെ ഐഡന്റിറ്റി ശാസ്ത്രീയമായി തെളിയിക്കേണ്ടതുണ്ട്. ഇക്കാരണത്താലാണ് DNA പരിശോധന നടത്തുന്നത്. 2010 ജൂലൈ 4 പ്രൊഫസർ DJ ജോസഫിന്റെ കൈവെട്ടിയ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സവാദിനെ ലോക്കൽ പോലീസ് അടക്കമുള്ളവരുടെ അന്വേഷണത്തിൽ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ മാസമാണ് NIAക്ക് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത്. അധ്യാപകന്റെ കൈപ്പത്തി മഴുകൊണ്ട് വെട്ടിയത് സവാദായിരുന്നു. ഇയാൾ മഴുവുമായി ഒളിവിൽ പോകുകയാണ് ഉണ്ടായത്. എറണാകുളം ജില്ലയിലെ അശമന്നൂർ ഓടക്കാലി സ്വദേശിയാണ് സവാദ്. അതേസമയം കേസിൽ സവാദിനെ കഴിഞ്ഞ ദിവസം കോടതി ഫെബ്രുവരി 16 വരെ റിമാൻഡ് ചെയ്തിരുന്നു.